നമസ്കാരം, ഞാൻ ഡോക്ടർ ബ്രിജേഷ്. സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി ഡേറ്റ ജനറേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ള കാര്യം അറിയുക. ഉദാഹരണത്തിന് നിങ്ങൾ ഏത് ഡിവൈസിലൂടെയാണ് ഈ വീഡിയോ കാണുന്നത്? ഒരുപക്ഷെ മൊബൈൽ ഫോണിലൂടെയോ കമ്പ്യൂട്ടറിലൂടെയോ ടാബ്ലറ്റിലൂടെയോ ടി വിയിലൂടെയോ ഒക്കെ ആവും. അതല്ലെങ്കിൽ ഏത് സമയത്താണ് ഈ വീഡിയോ കാണുന്നത്, എത്ര നേരം ഈ വീഡിയോ കാണുന്നുണ്ട്, എപ്പോഴാണ് നിങ്ങളിത് നിർത്തിപ്പോകുന്നത്, കാര്യങ്ങളൊക്കെ യൂട്യൂബ് മനസ്സിലാക്കുന്നുണ്ട്. അതുമാത്രവുമല്ല, നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരുടെയും പ്രൊഫൈല്, ഉദാഹരണത്തിന് നിങ്ങളുടെ ഏജ്, പ്രായം എത്രയാണ്, നിങ്ങൾ ഏത് നാട്ടുകാരാണ്, ഏത് ജെൻഡറാണ്, കാര്യങ്ങളൊക്കെ യൂട്യൂബ് മനസ്സിലാക്കുന്നുണ്ട്. ഇനി എനിക്ക് ഈ വീഡിയോ കാണുന്നവരുടെയൊക്കെ പൊതുവായിട്ടുള്ള വിവരങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ യൂട്യൂബിൻ്റെ തന്നെ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ യൂട്യൂബ് അനലറ്റിക്സിൽ പോയാൽ അങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. വെറുതെ ഡേറ്റ തരുവല്ല യൂട്യൂബ് അനലറ്റിക്സ് ചെയ്യുന്നത്. ആ ഡേറ്റയെ ഒന്ന് അപഗ്രഥിച്ച് വളരെ വിഷ്വലായിട്ടുള്ള റിപ്പോർട്ടുകളിലൂടെ എനിക്ക് ആ കാര്യങ്ങൾ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അപ്പോൾ എൻ്റെ ഓഡിയൻസ് ഏത് പ്രായക്കാരാണ്, അല്ലെങ്കിൽ അവർ ഏത് സമയത്താണ് വീഡിയോ കാണുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി അവർക്ക് അനുയോജ്യമായ വീഡിയോ ചെയ്യുവാനായിട്ട്, പബ്ലിഷ് ചെയ്യുവാനായിട്ട് എനിക്ക് കഴിയും. അപ്പോൾ യൂട്യൂബ് അനലറ്റിക്സ് ചെയ്യുന്നത് യൂട്യൂബിലൂടെ ലഭ്യമായിരിക്കുന്ന വിവരങ്ങളെ അനലൈസ് ചെയ്ത് മികച്ച റിപ്പോർട്ടുകളായിട്ട് നൽകുക എന്നുള്ളതാണ്. ഇത് തന്നെ ഫേസ്ബുക്കും അതേപോലെ തന്നെ ഗൂഗിൾ അനലറ്റിക്സും ഒക്കെ നൽകാറുണ്ട്. അപ്പോൾ ഓൺലൈനിൽ ഉള്ള കസ്റ്റമേഴ്സിനെയൊക്കെ മനസ്സിലാക്കുവാനായിട്ട് ഈ യൂട്യൂബ് അനലറ്റിക്സും അല്ലെ ഫേസ്ബുക്ക് അനലറ്റിക്സും അല്ലെങ്കിൽ ഗൂഗിൾ അനലറ്റിക്സും ഒക്കെ സഹായകരമാണ്. ഇതേപോലെ തന്നെ ഓഫ്ലൈനായിട്ട് പ്രവർത്തനങ്ങൾ നടത്തുന്നവർക്ക് അവരുടെ കസ്റ്റമേഴ്സുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ, സെയിൽസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ, ഇതൊക്കെ അപഗ്രഥിച്ച് ഒരു നല്ലൊരു റിപ്പോർട്ടാക്കി ലഭിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇവിടെയാണ് ഈ ഡേറ്റ അനലറ്റിക്സ് പോലെയുള്ള ടെക്നോളജികൾക്ക് വലിയ റോള് വഹിക്കുവാനായിട്ടുള്ളത്. ഇക്കാലത്ത് പറയുന്നത് ഡേറ്റ ഇസ് ദ ന്യൂ ഓയിൽ എന്നാണ് പറയപ്പെടുന്നത്. അതായത് ഓയിൽ പോലെ വളരെ അമൂല്യമാണ് വിവരങ്ങൾ, ഡേറ്റ എന്നുള്ളത്. എന്നാൽ ഓയിൽ നമുക്കറിയാം, അത് അസംസ്കൃതമായി ലഭിച്ചിട്ട് കാര്യമില്ല. അതിനൊന്ന് റിഫൈൻ ചെയ്ത് വേണം പെട്രോളും ഡീസലും അങ്ങനെയൊക്കെ ഉള്ളതാക്കി ലഭിക്കുവാൻ. അപ്പോൾ അതേപോലെ തന്നെ ഈ വലിയ ഡേറ്റ ഓരോ ബിസിനസ്സും ഓരോ പ്രവർത്തനങ്ങളിലൂടെയും പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന അനുദിനം പെരുകുന്ന ഈ ഡേറ്റയെ അപഗ്രഥിച്ച് റിഫൈൻ ചെയ്ത് അതാത് ബിസിനസ്സുകൾക്ക് അനുയോജ്യമായ വിധത്തിൽ ബിസിനസ്സിൻ്റെ ട്രെൻഡ്സും ബിസിനസ്സിൻ്റെ പോക്കുമൊക്കെ കൃത്യമായി മനസ്സിലാക്കുവാൻ പറ്റുന്ന രീതിയിൽ അപഗ്രഥിച്ച് നൽകുന്നതിനെ ഡേറ്റ അനലറ്റിക്സ് എന്ന് വിളിക്കുവാനായിട്ട് കഴിയും. അപ്പം ഒരു ബിസിനസ്സിൻ്റെയോ അല്ലെങ്കിൽ മറ്റ് പ്രവർത്തനങ്ങളുമൊക്കെയായി ബന്ധപ്പെട്ട് അനുദിനം ജനറേറ്റ് ചെയ്യപ്പെടുന്ന ഡേറ്റയെ റിട്രൈവ് ചെയ്ത് ഓർഗനൈസ് ചെയ്ത് ശരിയായ വിധത്തിൽ ഇൻ്റർപ്രറ്റ് ചെയ്ത് അനലൈസ് ചെയ്ത് മീനിങ് ഫുൾ ആയിട്ടുള്ള കൺക്ലൂഷൻ അത് വിഷ്വലായിട്ടൊക്കെ ഏറ്റവും സഹായകരമായ വിധത്തിൽ റിപ്പോർട്ടുകളിലൂടെ നൽകുന്നതിനെ ഡേറ്റ അനലറ്റിക്സ് എന്ന് സിമ്പിളായിട്ട് വിളിക്കുവാനായിട്ട് കഴിയും. അപ്പോൾ ഇപ്രകാരമുള്ള കാര്യങ്ങൾ ചെയ്യുന്ന അല്ലെങ്കിൽ അതിന് സഹായകരമായ ടൂൾസും ടെക്നിക്സും ഒക്കെ ഉപയോഗിക്കാൻ അറിയുന്നവരെ ഡേറ്റ അനലിസ്റ്റ് എന്ന് വിളിക്കുവാനായിട്ട് കഴിയും. അപ്പം നിങ്ങൾക്കും ഒരു ഡേറ്റ അനലിസ്റ്റ് ആകുവാനായിട്ട് കഴിയും. ഏറ്റവും സന്തോഷകരമായ കാര്യം, ഈ ഡേറ്റ അനലിസ്റ്റ് ആകുവാനായിട്ട് ഈ IT മേഖലയിലുള്ളവർക്ക് മാത്രമല്ല അവസരങ്ങളുള്ളത്. നോൺ IT മേഖലയിൽ പഠിച്ചവർക്കും ഈ ITയിലെ അനന്തമായ അവസരങ്ങളിലേക്ക് എത്തുവാനായിട്ട് ഈ ഡേറ്റ അനാലിസിസ് എന്നുള്ളത് സിമ്പിളായിട്ട് പഠിക്കുവാനായിട്ട് കഴിയും. പ്രായ വിദ്യാഭ്യാസ ഭേദമന്യേ ബേസിക് ആയിട്ടുള്ള IT സ്കില്ലുണ്ടെങ്കിൽ കാര്യങ്ങളൊക്കെ പഠിച്ചെടുക്കുവാനായിട്ട് കഴിയും. എക്സെല്, അതേപോലെ അഡ്വാൻസ്ഡ് എക്സെല്, പവർ BI, ടാബ്ലോ, SQL പോലെയുള്ള ടൂളുകൾ പഠിച്ച് നിങ്ങൾക്കും ഒരു ഡേറ്റ അനലിസ്റ്റ് ആകുവാനായിട്ട് കഴിയും. പൈതണ്, R പോലെയുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളും ഒക്കെ പഠിക്കുന്നത് ഈ മേഖലയിൽ ഒരു എക്സ്പെർട്ടൈസ് ഡെവലപ്പ് ചെയ്യുവാൻ സഹായകരമായിരിക്കും. ഓർക്കുക, ഈ ഡേറ്റ അനുദിനം ഇരട്ടിക്കുന്ന ഈ കാലത്ത് ഈ ഡേറ്റ അനലറ്റിക്സിന് വലിയ സ്കോപ്പാണുള്ളത്. പല റിപ്പോർട്ടുകൾ പഠനപ്രകാരം ഈ ഡേറ്റ അനലറ്റിക്സ് എന്നുള്ളത് ഒരു എമേർജിങ് സ്കില്ലാണ്, അല്ലെങ്കിൽ 2024 ഒരു ഹോട്ട് സ്കില്ലാണ്, ഹോട്ട് ജോബാണ് എന്നൊക്കെയാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. ഇനി ഈ ഡേറ്റ അനലറ്റിക്സ് എവിടെ പഠിക്കുവാനായിട്ട് കഴിയും? അതിന് നമ്മുടെ കേരളത്തിൽ തന്നെ ലഭ്യമായിരിക്കുന്ന ഒരു നല്ല സ്ഥാപനത്തെ കൂടി ഞാൻ ഒന്ന് പരിചയപ്പെടുത്താം. ബീറ്റ് സെൻറ്റർ ഓഫ് എക്സലൻസ് എന്നുള്ളതാണ് ആ ഒരു സ്ഥാപനം. നമ്മുടെ കോഴിക്കോട്ടും പെരിന്തൽമണ്ണയിലും മഞ്ചേരിയിലും അതേപോലെ തന്നെ നിലമ്പൂരുമൊക്കെ പ്രവർത്തനങ്ങളുള്ള ഒരു സ്ഥാപനം. ദുബായിൽ വരെ പ്രവർത്തനങ്ങളുണ്ട്. ഇപ്പോൾ കൊച്ചിയിലും മാമംഗലത്തും ഇവരുടെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയാണ്.
ഇവരുടെ ഒരു വലിയ പ്രത്യേകത ഈ ഡേറ്റ അനലിറ്റിക്സ് കോഴ്സ് നിങ്ങൾ വിജയകരമായി പൂർത്തീകരിച്ചാൽ IBMൻ്റെ ലോകത്തെ തന്നെ ഏറ്റവും പ്രമുഖമായിട്ടുള്ള ഈ മേഖലയിൽ ഒരു കമ്പനിയാണ് IBM എന്നുള്ളത്. IBMൻ്റെ സർട്ടിഫിക്കേഷൻ ലഭ്യമാകും എന്നുള്ളതാണ്. മികച്ച ക്യാപ്സ്റ്റോൺ പ്രൊജക്റ്റുകളൊക്കെ ഈ ഡേറ്റ അനലിറ്റിക്സ് കോഴ്സിൻ്റെ ഭാഗമായിട്ട് ഇവിടെ നിങ്ങൾക്ക് ചെയ്യുവാനായിട്ട് കഴിയും. ഇൻഡസ്ട്രിയിൽ നിന്ന് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പ്രൊഫഷണൽക്കൊക്കെ ഇവരുടെ ഫാക്കൽറ്റി ടീമിലുണ്ട് എന്നുള്ള കാര്യം അറിയുക. കഴിഞ്ഞ 2 പതിറ്റാണ്ടായിട്ട് IT ട്രെയിനിങ് മേഖലയിൽ പ്രവർത്തിക്കുന്ന ഈ സ്ഥാപനം ഡേറ്റ അനലിറ്റിക്സ് കോഴ്സ് മാത്രമല്ല ഓഫർ ചെയ്യുന്നത്, പൈതൺ ഫുൾ സ്റ്റാക്ക് പോലെയുള്ള കോഴ്സുകളും, എന്തിന് അക്കൗണ്ടിങ്, ടാലി, SAP, എക്സൽ പോലെയുള്ള മേഖലകളിൽ വരെ ഇവർ ട്രെയിനിങ് ഓഫർ ചെയ്യുന്നുണ്ട്. ടെക്നിക്കൽ ട്രെയിനിങ് മാത്രമല്ല, ഇൻ്റർവ്യൂ ട്രെയിനിങ്, റെസ്യൂമേ പ്രിപ്പറേഷൻ, അതേപോലെ സോഫ്റ്റ് സ്കില്ല്, ലാംഗ്വേജ് സ്കിൽ ഡെവലപ്മെൻറ്റ്, ഇങ്ങനെയുള്ള ട്രെയിനിങ്ങുകളൊക്കെ നൽകിക്കൊണ്ട് ഒരു കാൻഡിഡേറ്റിനെ ജോബ് റെഡിയാക്കി മാറ്റുവാണ് ഇവർ ചെയ്യുന്നത്. ഒരു മികച്ച പ്ലേസ്മെൻറ്റ് സെല്ലും പ്ലേസ്മെൻറ്റ് പ്രവർത്തനങ്ങൾക്കായിട്ട് ഇവരെ ഒരുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഡേറ്റ അനലിറ്റിക്സ് പോലെയുള്ള കോഴ്സുകൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ ബീറ്റ് സെൻറ്റർ ഓഫ് എക്സലൻസ് പോലെയുള്ള സ്ഥാപനങ്ങളുമായി കോൺടാക്റ്റ് ചെയ്യാം. ഇവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ വീഡിയോയിൽ നൽകുന്നുണ്ട്, അതല്ലെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് നൽകിയേക്കാം. അതിലൂടെ നിങ്ങൾക്ക് ഇവരുമായിട്ട് കോൺടാക്റ്റ് ചെയ്തുകൊണ്ട് ഈ മേഖലയിലെ അവസരങ്ങൾ, ഈ മേഖലയിലെ പഠനം, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാവുന്നതാണ്. ഏതായാലും ഡേറ്റ അനലിറ്റിക്സുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഞാൻ സൂചിപ്പിച്ചു എന്നുള്ളതേ ഉള്ളൂ. ഇതിൻ്റെയൊക്കെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ഇവരുമൊക്കെയായി ബന്ധപ്പെട്ട് മനസ്സിലാക്കി, കരിയർ അവസരങ്ങൾ മനസ്സിലാക്കി മാത്രം മുന്നോട്ടേക്ക് പോവുക. ഏതായാലും ഈ ഒരു വീഡിയോ അത് പൂർണ്ണമായിട്ട് കണ്ടതിലുള്ള നന്ദി അറിയിക്കട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്ക് ഉപകാരപ്രദമാണെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കല്ല്. വീഡിയോ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഏറ്റവും ശുഭകരമായ ഒരു ഭാവി കരിയർ നേർന്നുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.